അദ്ദേഹം ജാടയാണെങ്കിലും അദ്ദേഹം അതിന് വേർത്താണ്. സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഒരാൾ ജാട കാണിച്ചു എന്ന് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. കാര്യം അദ്ദേഹത്തിന് അത് കാണിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്, എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു തരത്തിലും ഇപ്പോൾ എന്നെയൊക്കെ അങ്ങനെ ഒരു എൻ്റർടൈൻ ചെയ്യേണ്ട ഒരാവശ്യമില്ല. നമ്മളവിടെ ലൊക്കേഷനിൽ വരുമ്പോൾ എന്ന് വിളിച്ചിട്ട് ചീത്ത പറയാനും അതായത് നമുക്ക് മനസ്സിലാവുക ഓരോ കാര്യം അവിടെ ഇദ്ദേഹം പറയുമ്പോഴും എൻ്റെ അടുത്ത് ആദ്യം ചെന്ന് കയറിയപ്പോൾ തന്നെ നീ ഒരു മന്ത്രിയുടെ പുറകെ പോയി പ്രശ്നം ഉണ്ടാക്കിയല്ലോ. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങേറ്റത്തുള്ള എന്നെ വരെ ഇദ്ദേഹം നോട്ടീസ് ചെയ്യുന്നുണ്ട്, പബ്ലിക്കിനെ പറ്റിയിട്ട് ഇത്രയും അവെയറാണ് അദ്ദേഹം. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു അതെന്താണ് സീൻ, നീ എന്താണ് ചെയ്തത്? അപ്പോൾ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്. ഇപ്പം ഞാനൊക്കെ റോഡിലിറങ്ങി കഴിഞ്ഞാൽ ഇല്ലീഗലായിട്ടുള്ള പല കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ റോട്ടിലിറങ്ങി കഴിഞ്ഞ ഒരു 1 വേ തെറ്റിച്ചൊരു വണ്ടി വന്നാൽ ദേഷ്യപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെയൊക്കെ കാർന്നോമാരായിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അന്ന് മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സുരേഷ് ഏട്ടൻ. ഞാൻ സുരേഷ് ഏട്ടനെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് ഞാൻ സുരേഷിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എടപ്പള്ളി സിഗ്നൽ ഒരു ബസ് സിഗ്നൽ കട്ട് ചെയ്ത് വന്നപ്പോൾ ഒരു ഓഡി Q7 കൊണ്ട് വട്ടം വെച്ച് പുറത്തേക്ക് ചാടി ഇറങ്ങി ഡ്രൈവറെ ചീത്ത വിളിക്കുന്ന ഒരു സുരേഷ് ഗോപിയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് റിയൽ ലൈഫിൽ. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഇദ്ദേഹം സിനിമയിലും ലൈഫിലും ഒക്കെ ഇങ്ങനെ തന്നെയാണല്ലോ. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിപ്പോൾ എനിക്ക് അറിയില്ല ഇത് എങ്ങനെയാണെന്നല്ലോ. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ സിനിമ അൾട്ടിമേറ്റ്ലി എൻ്റർടൈൻമെൻ്റ് ആണ്. ഈ എൻ്റർടൈൻമെൻറ്റിൽ കൂടെ ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ടുള്ള വഴിയാണ്. നമ്മളൊരാളെ തല്ലി പഠിപ്പിക്കുന്നതിനേക്കാളും നല്ലതാണ് നമ്മൾ അയാളെ തമാശയൊക്കെ പറഞ്ഞ് വളരെ പ്ലസൻ്റായിട്ട് ഇത് പറഞ്ഞ് കൺവേ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ എൻ്റർടൈൻമെൻറ്റ് പ്ലസ് മെസ്സേജ് ആണെങ്കിൽ സിനിമയാണ് ഏറ്റവും നല്ല മീഡിയം. കോംപ്രമൈസ് ചെയ്യുന്ന ചേട്ടാ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ ഇതിൽ നമ്മൾ വാങ്ങിക്കുന്നതും നമ്മൾ പറയുന്നതുമായിട്ടുള്ള റെമ്യൂണറേഷൻസ് എത്രയാണെന്നുള്ളത് പുറത്ത് ആർക്കും അറിയില്ല. ഇതിൽ ഒരു സൈഡിലുള്ള പക്ഷം മാത്രമാണ് ഇതുവരെ കേട്ടിട്ടുള്ളത്. അപ്പോൾ എത്ര പടത്തിന് ഞാൻ എന്നുള്ള രീതിയിലല്ല, എനിക്കറിയാവുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് മുതൽ എൻ്റെ തൊട്ട് മുന്നുള്ള ജനറേഷൻ വരെയുള്ള ആളുകൾ എത്ര സിനിമയ്ക്ക് റെമ്യൂണറേഷൻ ഇല്ലാണ്ട് അഭിനയിച്ചു കൊടുത്തിട്ടുണ്ട്. എത്ര പേര് സിനിമ റിലീസ് ചെയ്യാൻ നേരം കുഴപ്പമില്ല കാശ് വേണ്ട നിങ്ങൾ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞ് എത്ര പേര് ഇതിനു വേണ്ടി സഹകരിച്ചിട്ടുണ്ട്. കാര്യം എല്ലാവർക്കും ഒരു തോന്നലുണ്ട് ഒരു ആക്ടറിനെ കൊണ്ടുവന്ന് ഞാൻ പേ ചെയ്യുന്ന ഒരു സ്കെയിലിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. എന്നാലും ഒരു ആക്ടറിനെ കൊണ്ടുവന്ന് മാക്സിമം ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് അയാളോടാണ് നമുക്ക് എക്സ്ക്യൂസ് പറയാൻ പറ്റിയ ഏറ്റവും നല്ല ആളെന്നൊരു തോന്നൽ എപ്പോഴും എവിടെയൊക്കെയോ ഉണ്ട്. അപ്പോൾ അത് എൻ്റെ കാര്യം എൻ്റെ ഒരു പേഴ്സണൽ ഒരു കാര്യമായിട്ടല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഇൻഡസ്ട്രിയിൽ നിന്ന് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഒരുപാട് സിനിമകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ പറയുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർസ് ആണെങ്കിൽ പോലും ഈവൻ ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് സിനിമയ്ക്ക് മമ്മൂക്ക ഒക്കെ വളരെ പേരിന് മാത്രമുള്ള ഒരു റെമ്യൂണറേഷൻ മേടിച്ച് അഭിനയിച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് റോൾ ചെയ്യാൻ വിളിച്ചിട്ട് ആ സിനിമയുടെ ഒരു നന്മ കണ്ടിട്ട് ചെയ്തു കൊടുത്തിട്ട് ഒരുപാട് സിനിമകളുണ്ട്. അപ്പോൾ അതും സംഭവിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ റെമ്യൂണറേഷൻ കുറയ്ക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ അർഹിക്കുന്ന ശമ്പളം എനിക്ക് വേണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനും ഒരു കാരണമുണ്ടാവും. ഈ പറയുന്ന തമിഴ് സിനിമകൾ പരീക്ഷണ ചിത്രങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകളൊക്കെ കേരളത്തിൽ തിയേറ്ററിൽ ഓടി സൂപ്പർ ഹിറ്റായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു റിസ്ക് നമ്മൾ മലയാളത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് പലപ്പോഴും അതിന് അർഹിക്കുന്നൊരു ഇപ്പം മേൽവിലാസം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് സംഭവിച്ചതാണ്. പക്ഷെ ആ സമയം നോക്കുമ്പോൾ ട്രാഫിക് എന്ന് പറഞ്ഞൊരു സിനിമ തിയേറ്ററിൽ വന്ന ആദ്യത്തെ 2 ദിവസം ആളെ ഉണ്ടായിട്ടില്ല. പിന്നെ ഗ്രാജുവലി ഈ സിനിമയെ പറ്റി അഭിപ്രായം പറഞ്ഞ് ആള് കയറി സിനിമ ഹിറ്റായി. സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഇത് തന്നെയായിരുന്നു. ആദ്യത്തെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കട്ടെ എല്ലാവരും ടെൻഷൻ അടിച്ചിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. കാര്യം ലാലേട്ടൻ്റെയും എൻ്റെയും പോസ്റ്ററൊക്കെ കണ്ടിട്ട് സിനിമയ്ക്ക് കയറണമെന്നൊക്കെ ആലോചിച്ചിട്ടിരുന്ന എന്ന് പറഞ്ഞാൽ ആ സമയത്തെ ഒരു ഇതിൽ അങ്ങനെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അത് ഗ്രാജുവലി മാറി വരാറുണ്ട്. പിന്നെ ഇതിന് കൃത്യമായിട്ട് ആളുകൾ ഇഷ്ടപ്പെടുന്ന സിനിമ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളതിന് ഒരു മറുപടി കിട്ടിയാൽ അത് ചിലപ്പോൾ ഒരു ഭയങ്കരമായ റെവല്യൂഷൻ തന്നെ ഉണ്ടായേക്കാം. അപ്പോൾ അത് എന്നോ ഒരു ദിവസം എല്ലാവർക്കും ആ ഒരു ഉത്തരം ടാക്കിൾ ചെയ്തെടുക്കാൻ പറ്റും.